ഷവോമിയുടെ MI Note 10ഉം അതുപോലെ MI Note 10 Proയും അനൗൺസ് ചെയ്തിരിക്കുകയാണ്. MI Note 10ഉം Note 10 Proയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. റാമിൻ്റെ കാര്യത്തിലും അതുപോലെ ക്യാമറയുടെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസവും മാത്രമാണ് വരുന്നത്. പിന്നെ ചൈനയിൽ റിലീസായിട്ടുള്ള Xiaomi CC9 Pro എന്ന ഫോണിൻ്റെ ഗ്ലോബൽ വെർഷനാണ് MI Note 10. അപ്പോൾ MI Note 10ഉം Xiaomi CC9 Proയും ഒരേ ഫോൺ തന്നെയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് MI Note 10ൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തുവരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. MI Note 10 വരുന്നത് 6.47 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. പിന്നെ ഈ ഫോണിൽ amoled ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ HDR10ൻ്റെ സപ്പോർട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം വളരെ മികച്ചൊരു ഡിസ്പ്ലേ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ നമുക്കൊരു നോച്ച് ലഭിക്കുന്നുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള ഒരു നോച്ചാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ കണ്ണിനൊന്നും വല്ലാതെ സ്ട്രെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് TUV റെയിലൈൻ സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ ബാക്ക് കവർ വരുന്നത് ഗ്ലാസ് ബാക്ക് ബോഡിയുമായിട്ടാണ്. പിന്നെ ബാക്കിൽ നമുക്ക് കർവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ലഭിക്കുന്നത്. ഈ ഫോണിൻ്റെ ബാക്കിലും നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. പിന്നെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 730G എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 730G എന്നുള്ളത്. MI Note 10ൽ നമുക്ക് 6GB റാമും 128GB ഇൻറ്റേർണലുമാണ് ലഭിക്കുന്നത്. എന്നാൽ MI Note 10 Proയിൽ നമുക്ക് 8GB റാമും 256GB ഇൻറ്റേർണലും ലഭിക്കുന്നുണ്ട്. പിന്നെ ചൈനയിൽ റിലീസായിട്ടുള്ള Xiaomi CC9 Proയുടെ 8GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷൻ വരുന്നുണ്ട്. എന്നാൽ MI Note 10ൽ നമുക്ക് ഇങ്ങനെ ഒരു വെർഷൻ ലഭിക്കുന്നില്ല. പിന്നെ Android 9 ബേസ് ചെയ്തിട്ടുള്ള MIUI 11 സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിന്നിൽ നമുക്ക് 5 ക്യാമറ സെൻസേഴ്സാണ് ലഭിക്കുന്നത്. അതിൽ തന്നെ മെയിൻ സെൻസർ വരുന്നത് 108 മെഗാപിക്സലുമായിട്ടാണ്. f1.7 അപ്പർച്ചറാണ് കൊടുത്തിരിക്കുന്നത്. സാംസങ് ISOCELL ബ്രൈറ്റ് HMXൻ്റെ സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പിക്സൽ ബിന്നിംഗ് പോലുള്ള ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. MI Note 10ഉം MI Note 10 Proയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ MI Note 10ൽ നമുക്ക് 7p ലെൻസ് ആണ് ലഭിക്കുന്നത്. എന്നാൽ MI Note 10 Proയിൽ നമുക്ക് 8p ലെൻസ് ലഭിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് 20 മെഗാപിക്സലിൻ്റെ f2.2 അപ്പർച്ചറിൽ വരുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 117 ഡിഗ്രിയാണ്. പിന്നെ ഈ ഫോണിൽ 2 ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. 12 മെഗാപിക്സലിൻ്റെ f2.0 അപ്പർച്ചറിൽ വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസും 5 മെഗാപിക്സലിൻ്റെ f2.0 അപ്പർച്ചറിൽ വരുന്ന മറ്റൊരു ടെലിഫോട്ടോ ലെൻസും. ഇതിൽ 2x ഒപ്റ്റിക്കൽ സൂമും 10x ഹൈബ്രിഡ് സൂമും 50x ഡിജിറ്റൽ സൂമും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അഞ്ചാമത് 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസും വരുന്നുണ്ട്. ഇത് വെച്ചിട്ട് 1.5 സെൻറ്റിമീറ്റർ അടുത്തുള്ള ഒബ്ജക്റ്റ് വരെ നമുക്ക് ഫോട്ടോ എടുക്കാൻ കഴിയും. പിൻ ക്യാമറയിൽ 4K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 916 FPS സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡിംഗും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റെബിലൈസേഷനൊക്കെ ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഷൂട്ട് സ്റ്റഡി എന്നുള്ളൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വ്ളോഗേഴ്സിന് വേണ്ടിയിട്ട് വ്ളോഗ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡ് കൊടുത്തിട്ടുണ്ട്. ലോ ലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നൈറ്റ് മോഡ് 2.0 എന്നുള്ളൊരു ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ റോ ഇമേജസ് ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ചൈനീസ് വെർഷനായ Xiaomi CC9 Proക്ക് DxO മാർക്ക് സ്കോർ ലഭിച്ചിരിക്കുന്നത് 121 പോയിൻ്റാണ്. വീഡിയോയുടെ കാര്യത്തിൽ 102 പോയിൻറ്റും ലഭിച്ചിട്ടുണ്ട്. DxO മാർക്ക് സ്കോർ എന്നുള്ളത് ഓരോരോ ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസിനനുസരിച്ചിട്ട് പോയിന്റ് കൊടുക്കുന്ന സംവിധാനമാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഈ ഫോൺ ഇപ്പോൾ ടോപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഫോണിൽ നമുക്ക് നല്ലൊരു ക്യാമറ പെർഫോമൻസ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് 32 മെഗാപിക്സലിൻ്റെ f2.0 അപ്പർച്ചറിൽ വരുന്ന സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. ഈ ഫോണിൽ ഹൈറസ് ഓഡിയോ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ NFC എന്നുള്ള ഫീച്ചർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൽ നമുക്ക് 5260 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. അപ്പോൾ വളരെ മികച്ചൊരു ബാറ്ററി ബാക്കപ്പ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല ഈ ഫോണിൽ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ റിലീസായിട്ടില്ല. ഇപ്പോൾ ചൈനയിലും അതുപോലെ യൂറോപ്യൻ കൺട്രീസിലൊക്കെയാണ് റിലീസായിട്ടുള്ളത്. ചൈനയിൽ ഏകദേശം 28,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. എന്നാൽ യൂറോപ്യൻ കൺട്രീസിൽ ഈ ഫോൺ ഏകദേശം 43,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഈ ഫോൺ ഇന്ത്യയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചൈനീസ് പ്രൈസിങ്ങിന് അടുത്തുള്ള ഒരു പ്രൈസിങ്ങുമായിട്ടായിരിക്കും വരിക. പിന്നെ Xiaomi CC9 എന്ന ഫോൺ ഇന്ത്യയിൽ MI A3 എന്ന പേരിലായിരുന്നു എത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ MI A4 ആയിട്ട് വരാനും സാധ്യതയുണ്ട്.